ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്തായാലും ഒരു അപ്രതീക്ഷിതമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൈനിങ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഫോറിൻ സൈനിങ് അനൗൺസ്മെൻറ്റ് എന്തായാലും കുറച്ച് ദിവസം മുമ്പായിട്ട് തന്നെ സൂപ്പർ കപ്പിനോട് മുന്നോടിയായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്യുമെന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതാ ആദ്യ സൈനിങ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സ്ലോട്ടിലേക്ക് നമ്മുടെ സ്പാനിഷ് സ്ട്രൈക്കറായിരുന്ന ജീസസ് ഹിമിനസിന് പകരം പുതിയൊരു സ്പാനിഷ് സ്ട്രൈക്കറെയാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. സെൻറ്റർ ഫോർവേഡായ കോൾഡോ ഒബിയേറ്റ എന്ന് പറഞ്ഞുള്ള 31 നമ്മൾ എത്തിച്ചിട്ടുണ്ട്. സ്പാനിഷ് പ്ലെയർ തന്നെയാണ്. ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ 2026 എൻഡ് ആകുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നമ്മളിപ്പോൾ നിലവിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താരത്തിൻ്റെ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇമ്പ്രസ് ആവില്ല. പ്രൊഫൈലും അതുപോലെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര രീതിയിൽ ഇമ്പ്രസ് ആവാനുള്ള ചാൻസ് ഇല്ല. 295 മത്സരം കരിയറിൽ കളിച്ച് 50 ഗോള് അതുപോലെ 12 അസിസ്റ്റാണ് പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കരിയറിൽ കൂടുതലും സ്പെയിനിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് സെഗുണ്ട ബിയിലാണ്. എന്ന് വെച്ചാൽ സ്പെയിനിലെ 3rd ടയറിലാണ് കൂടുതൽ കളിച്ചിട്ടുള്ളത്. 140ഓളം മത്സരം അവിടെ കളിച്ചിട്ട് 28 ഗോളും 5 അസിസ്റ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ലാലിഗ 2-ൽ ലാലിഗ 2nd ഡിവിഷനിൽ പുള്ളി 68ഓളം മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 8 ഗോളും 4 അസിസ്റ്റാണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ പുള്ളി 34 മത്സരം കളിച്ചിട്ട് വെറും 4 ഗോളും അതുപോലെ 2 അസിസ്റ്റും മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ കുറച്ച് അത്ര നല്ല പ്ലെയർ അല്ല എന്ന് തോന്നും. ബട്ട് നമ്മളിവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള സ്ട്രൈക്കേഴ്സിനെ എല്ലാവരും നോക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ക്ലിക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഒക്കെ അവർ വരുന്നകാട്ടി മുമ്പുള്ള സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ജീസസ് ഹിമിനസ് വരുമ്പോഴും പുള്ളി ഇഞ്ചുറി ആയിട്ട് പല കളി കളിച്ചിട്ട് പോയില്ല. അങ്ങനെ ഒരു സ്ഥിതി വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഫോം ആയത്. അതുപോലെ ഇനി മറ്റു പ്ലേയേഴ്സൊക്കെ വേണമെങ്കിൽ ഫെറാൻ കോറോമിനസ് അതുപോലെ മറ്റു പ്ലേയേഴ്സിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നകാട്ടി മുമ്പ് ഒരു എത്ര സ്റ്റാറ്റ്സ് ഉള്ളവരല്ല. ബട്ട് അവിടുത്തെ ഒരു ക്വാളിറ്റി വെച്ച് ഇവിടെ വരുമ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് വെച്ച് ഇവിടെ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ മുമ്പ് എന്തായിരുന്നു എന്നുള്ളതിൽ ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വന്ന് എങ്ങനെ അവർ പെർഫോം ചെയ്യും എന്നുള്ളത് നോക്കി കാണാം. അപ്പോൾ ഈ സ്റ്റാറ്റ്സ് വെച്ചിട്ട് അവരെ അളക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ സീസണിന് മുമ്പ് പുള്ളി ലാലിഗ 2nd ഡിവിഷനിലായിരുന്നു കളിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ പുള്ളി ലാലിഗ 3rd ടയറിലേക്കാണ് ലാസ്റ്റ് കളിച്ചത്. അപ്പോൾ എന്തായാലും ആ സ്പെയിനിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇവിടെ വന്ന് ക്ലിക്ക് ആവുമോ ഇല്ല എന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും പുള്ളിയുടെ കൂടുതൽ ഹൈലൈറ്റ്സും കാര്യങ്ങളും കണ്ടാൽ ഇങ്ങനത്തെ പ്ലെയർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ പ്ലെയറുമായി ബന്ധപ്പെട്ട് എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ക്ലിക്ക് ആവുമോ ഇല്ല എന്നൊക്കെ ഇനി നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഇതൊന്നും പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.